മണിയൂരിലെ ബോംബ് ആക്രമണം പ്രതിഷേധം ശക്തമാക്കി UDF RMPI. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് UDF RMPIയുടെ നേതൃത്വത്തിൽ പയ്യോളി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ മാസം 13-ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് മണിയൂർ പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മണിയൂർ പഞ്ചായത്തിലെ കരുവഞ്ചേരി കോൺഗ്രസ് വില്യാപ്പള്ളി ബ്ലോക്ക് സെക്രട്ടറി മുതുവീട്ടിൽ ബാബുവിന്റെ വീടിന് ബോംബെറിഞ്ഞ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് UDF RMPI പ്രതിഷേധം ശക്തമാക്കിയത്. വീടിന്റെ മുകളിലത്തെ വരാന്തയിലെ ചുമരിലാണ് ബോംബെറിഞ്ഞത്. ഉഗ്രസ്ഫോടനത്തിൽ ചുമരിലെ ടൈലുകൾ പൊട്ടുകയും തൊട്ടടുത്ത വാതിലിനും മേൽക്കൂരയിലെ ഷീറ്റിനും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ബോംബ് വന്ന് പതിച്ച ചുമരിന്റെ തൊട്ടടുത്ത ജനലിനോട് ചേർന്ന മുറിയിൽ ബാബുവിന്റെ മകനായ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണുവിന്റെ ഭാര്യയും 1 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞും കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ഇത്തിരി മാറിയാണ് ബോംബ് പതിച്ചതെങ്കിൽ വലിയ അപകടം സംഭവിക്കുമായിരുന്നു. തലനാരിഴയ്ക്കാണ് അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടത്. മണിയൂർ പഞ്ചായത്തിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശത്ത് ബോധപൂർവം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയാണ് ചില ക്രിമിനലുകൾ. ഈ സംഭവത്തിൽ കൃത്യമായ പ്ലാനിങ്ങും ഗൂഢാലോചനയും നടന്നിട്ടുണ്ടെന്ന് സംഘാടകർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വളരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ആ ഏറിന്റെ ശക്തിയിൽ വീടിന്റെ മേലെ മുറിയിൽ മുതുവീട്ടിൽ ബാബുവിന്റെ മകൻ യൂത്ത് കോൺഗ്രസിന്റെ മണിയൂർ മണ്ഡലം പ്രസിഡന്റാണ് വിഷ്ണുവിന്റെ ബെഡ്റൂമിനോട് ചേർന്നുള്ള വാതിലിലാണ് ബോംബെറിഞ്ഞത്. കേവലം 1 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി, ആ കുട്ടിയുടെ അമ്മ, അതായത് ബാബു വിഷ്ണുവിന്റെ ഭാര്യയാണ് മുറിയിലുള്ളത്. തൊട്ടടുത്ത അപ്പുറത്തുള്ള ഒരു മരണ വീടുള്ളത് കൊണ്ട് ചെന്നാണ് ആ ബോഡിയുടെ സംസ്കാരം ഇവരവിടെയുള്ളത്. ആ സംഭവം നാടിനെ ആകെ വറങ്ങലിപ്പിച്ച സംഭവമാണ്. അങ്ങനെ ഒരു സംഘർഷമായ സാഹചര്യം നേരത്തെ അവിടെ ഇല്ല. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് നോക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായ പരാജയത്തിൽ നിരാശയുണ്ടാവും. ഏതായാലും ഈ തരത്തിലേക്കുള്ള ഒരു നീക്കം നടക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതല്ല. വ്യാഴാഴ്ച നമ്മൾ പയ്യോളി പോലീസ് സ്റ്റേഷനിലേക്ക് 13-ന് മാർച്ച് നടത്താൻ തീരുമാനിച്ചു. നാടിന്റെ സമാധാന അന്തരീക്ഷം തകർത്ത് നിയമം കയ്യിലെടുക്കുന്ന ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യാനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും പോലീസ് ഇനിയും തയ്യാറാവുന്നില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഇവരുടെ നീക്കം. ആദ്യഘട്ടം എന്ന നിലയിൽ പയ്യോളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ UDF RMPI നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ഭരണ സ്വാധീനത്തിന് വഴങ്ങി പ്രതികളെ സംരക്ഷിക്കുന്ന സ്ഥിതിയുണ്ടായാൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്ന് UDF RMPI പ്രവർത്തകർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. CP വിശ്വൻ മാസ്റ്റർ, MK ഹമീദ് മാസ്റ്റർ, ചാലിൽ അഷ്റഫ്, PC ഷീബ, പറമ്പത്ത് കുഞ്ഞബ്ദുള്ള, വിജിത് ലാൽ, N സജീവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാട്സാപ്പിൽ ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആള് ഇവന്റെ പേരിൽ ആ മുദ്രാവാക്യം വിളിച്ചു എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ വന്ന് കാല് പിടിക്കുന്ന അവസ്ഥ വരുമെന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. നിരന്തരം ഭീഷണികളാണ്. ഈ വിഷ്ണു എന്ന് പറയുന്ന വൈശാഖ് വിഷ്ണു എന്ന് പറയുന്ന 2 കുട്ടികളുടെ പേരിൽ നിരന്തരം വാട്സപ്പിൽ കൂടി ഭീഷണി. വടകരയുടെ പല ഭാഗത്തു നിന്നും ആള് വാട്സപ്പിലേക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും. അപ്പൊ മുദ്രാവാക്യം വിളിയെന്ന് തന്നെ നമുക്കറിയാം, ഓരോ തെരഞ്ഞെടുപ്പിൽ അതാത് രാഷ്ട്രീയ പാർട്ടികൾ അനുസരിച്ചുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കലുണ്ട്. പക്ഷെ വ്യക്തിഹത്യ നടത്തുന്നതെന്ന് പറഞ്ഞാല് ഇവരുണ്ടാക്കിയിട്ടുള്ള ആ ഒരു വീഡിയോ പ്ലാസ്റ്റിക് സഞ്ചിയിൽ നിന്ന് കല്ലെടുക്കുന്നതും ഈ കോരിച്ചെറിയും മയന്ന് ചെറിയ മോളെ എടുത്തിട്ട് കുട്ടികളെ എടുത്തിട്ട് ഈ മുറ്റത്തിങ്ങനെ നിൽക്കുന്ന കാഴ്ച നമുക്കെല്ലാം കാണാം. പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് പോലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രകോപനം ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു കൗണ്ടർ സംവിധാനം ഉണ്ടാക്കുക, എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുക, പ്രതിരോധിക്കുക. ഇതൊരു സ്ഥിരം പരിപാടിയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മണിയൂരിൽ ഈ ബോംബ് രാഷ്ട്രീയത്തെ ഒരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല സ്ഥലത്തും ബോംബ് കൂട്ടിയിട്ട് കുറ്റവാളികളെ പിടിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോകും. അത്തരത്തിൽ കുറ്റവാളികളെ പിടിക്കാതെ പോവാണ്. ഇത് കൃത്യമായിട്ട് നമ്മൾ പ്രതികൾ ഇന്നേതാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ പ്രതികളെ നമ്മുടെ വീടിന്റെ അടുത്ത് ഇന്നും കൃത്യമായിട്ടുണ്ടായിട്ട് പോലീസുകാരോട് വിളിച്ചു പറഞ്ഞിട്ട് പോലും പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലാണ് പ്രതികൾ പെരുമാറുന്നത്.